ഹലോ, ഞാൻ സുലു. ഇന്ന് ഡെൻഡ്രോബിയം ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിൻ്റെ അടുത്ത വീഡിയോ ആണ് ഈ ആഴ്ച ഇട്ടിരിക്കുന്നത്. നമ്മളതിന് മുമ്പ് യായ കോമ്പാക്റ്റത്തിൻ്റെയും യെല്ലോ സീസറിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിരുന്നില്ലേ, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിലും കുറച്ച് പ്ലാന്റ്സ് ബാക്കിയുണ്ട്, അതിൻ്റെ സെയിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പുതിയൊരു ഫ്ലവറിൻ്റെ വീഡിയോയും കൂടെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്ത് അതിൻ്റെ സെയിൽ വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, ഈ കുഞ്ഞ് ഫ്ലവറിൽ നല്ല ഡബിൾ ഷെയ്ഡായിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു ഫ്ലവറാണ് ഡെൻഡ്രോബിയം മീസാങ്കിൾ എന്ന് പറയുന്നത്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഡെൻഡ്രോബിയത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ടല്ലേ. സീസർ വെറൈറ്റി നമ്മൾ കണ്ടിട്ട്, ട്വിസ്റ്റഡ് വെറൈറ്റി കണ്ടിട്ട്, നോർമൽ വെറൈറ്റി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിൽ കുഞ്ഞു പൂക്കളായിട്ട് തരുന്ന നമുക്കൊരു ട്വിസ്റ്റഡ് ആകുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ പെറ്റൽസിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കും അല്ലേ. ഇതങ്ങനെയല്ല, പക്ഷേ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള വെറൈറ്റിയാണിത്. കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് കുറച്ച് ഫ്ലവറായിട്ട് വരും. ചിലതിൽ കണ്ടില്ലേ, നീളം കണ്ടില്ലേ, നല്ല നീളത്തിൽ വരും. അതുപോലെ തന്നെ സിംഗിളും ഡബിളും ഒക്കെ ആയിട്ട് സ്പൈക്ക് വന്നിട്ട് നല്ല ബുഷായിട്ട് വളർന്ന് നല്ല കൊലയായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണിത്. ഇതിലധികം ഇപ്പോൾ മൊട്ടുകളാണ് നിൽക്കുന്നത്, ചിലത് വിരിഞ്ഞിട്ടേ ഉള്ളൂ. വിരിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിന് വെച്ചിരിക്കുന്നത്. ഈ കളറും ഈ വെറൈറ്റി ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തിരുന്നതാണ്. നമുക്ക് എല്ലാവരുടെയും കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഇതിലെല്ലാം വിരിഞ്ഞ് ഉണങ്ങിയിട്ടില്ല, കണ്ടില്ല, കുറച്ച് ഫ്ലവേഴ്സേ വിരിഞ്ഞിട്ടുള്ളൂ. ചിലത് കണ്ടില്ല, നല്ല നീളത്തിൽ പോയിട്ടുണ്ട്, ഡബിൾ സ്പൈക്കായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡെൻഡ്രോബിയം മീസാങ്കിൾ നമുക്ക് ഓരോ എപ്പിസോഡിൽ ഓരോ ഫ്ലവർ സെറ്റ് വിരിയുന്നതനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് ഇപ്പോൾ വിരിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഡബിൾ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ്. അതിൻ്റെ ലിപ്പിൽ കണ്ടില്ലേ, നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ വയലറ്റ് ഷെയ്ഡ് കാണുന്ന ഒരു ചെടിയാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയിലുള്ള ഫ്ലവറാണിത്. ഇത് കുറച്ചും കൂടെ നമ്മൾ പോട്ടിലോട്ട് മാറ്റി വെച്ചിട്ട് ബുഷായിട്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് കൊലയായിട്ട് പൂക്കൾ വരുന്നതാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി പെറ്റൽസും ഡെൻഡ്രോബിയം ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. അത് ഒരുപാട് കെയറൊന്നും വേണ്ട, സാധാ ഡെൻഡ്രോബിയം പോലെ തന്നെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. അധികം കെയറൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പൂക്കൾ വരുന്ന വെറൈറ്റിയാണിത്. സാധാ ഡെൻഡ്രോബിയത്തിൻ്റെ ഇലയെക്കാട്ടി കണ്ടില്ലേ, കുറച്ചും കൂടെ നീളം കൂടിയ ഇലകൾ. അതിൻ്റെ ഫ്ലവറിനെ പോലെ തന്നെ അതിൻ്റെ ലീഫിനും പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ ഫ്ലവറിൻ്റെ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ ലീഫിനും എല്ലാ ഡെൻഡ്രോബിയം ചെടികൾക്കും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ ഡെൻഡ്രോബിയം ചെടികൾ ഇതുപോലത്തെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊക്കെ വീഡിയോ കാണിച്ചിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ചില പ്ലാന്റ്സിൽ കണ്ടില്ല, കുറച്ചും കൂടെ കൂടുതലായിട്ട് സ്റ്റെമ്മും ബുഷായിട്ടൊക്കെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ചില വെറൈറ്റിക്ക് സിംഗിളായിട്ട്. എന്നാൽ കൂടി നമ്മളിത് റിപ്പോർട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഉറപ്പായിട്ടും ബുഷായിട്ട് നല്ല തിക്കായിട്ട് തൈകൾ അതിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ മൊട്ടുകളും കണ്ടില്ലേ, നമ്മുടെ സാധാ ഡെൻഡ്രോബിയത്തിനാണെങ്കിൽ ഒരുപാട് വീർത്ത വലിയ മൊട്ടുകളാണെങ്കിൽ ഇതിനാണെങ്കിൽ വണ്ണം കുറഞ്ഞ നീളത്തിലുള്ള മൊട്ടുകളായിരിക്കും, കണ്ടില്ലേ. അത് ഓരോ ഫ്ലവറിൻ്റെ വ്യത്യാസം അനുസരിച്ച് എൻ്റെ മൊട്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കളർ വെറൈറ്റി അല്ലാതെ ഒരുപാട് കളേഴ്സ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കളേഴ്സ് ആവശ്യമുള്ളവരും നമ്മൾ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതാണ്. ഇതുണ്ട്, നല്ലൊരു പിങ്ക് സ്ട്രൈപ്പ് ചെടിയാണിത്. അപ്പോൾ ഡെൻഡ്രോബിയം മീസാങ്കിൾ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു ഇത്. നല്ല ഡബിൾ ഷെയ്ഡുള്ള ഈ പ്ലാന്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്